ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 143 മേടയിലെ പ്രാവുകൾ. ഭാഗം 143 മേടയിലെ പ്രാവുകൾ ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ആലുമൂട്ടിൽ AK ഗോവിന്ദദാസ്. വലിയ ഗുരുഭക്തനായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് ആലുമൂട്ടിൽ ചാന്നാർ എന്നും അറിയപ്പെട്ടിരുന്നു. ഗോവിന്ദദാസിനെ ഗുരുദേവൻ ദാസ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആലുമൂട്ടിൽ തറവാട്ടിലെ മേടയിൽ ഗുരുദേവന് വിശ്രമിക്കുവാനായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രത്യേക മുറി വെടിപ്പായി സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഗോവിന്ദദാസിൻ്റെ ഷഷ്ടിപൂർത്തി കേമമായി ആഘോഷിക്കുന്നതിന് കുടുംബാംഗങ്ങൾ ചേർന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വേണ്ട എല്ലാ ഏർപ്പാടുകളും അവർ ഓടി നടന്ന് പൂർത്തിയാക്കുകയുണ്ടായി. ബന്ധുക്കളെയും പൗരപ്രമുഖരെയും മിത്രങ്ങളെയും ഒക്കെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ഗുരുദേവൻ തൻ്റെ അനുചരന്മാരുമൊത്ത് ഷഷ്ടിപൂർത്തി ചടങ്ങിൽ സംബന്ധിക്കുവാനായി തലേന്നു തന്നെ ആലുമൂട്ടിലെത്തി ചേർന്നിരുന്നു. അവിടുത്തെ വലിയ മേടയിലുള്ള പ്രത്യേകം മുറിയിലായിരുന്നു ഗുരുദേവൻ്റെ വിശ്രമം. ആ മേടയ്ക്ക് 3 നിലകളുണ്ടായിരുന്നു. മൂന്നാമത്തെ നില ഒരു തട്ടിൻപുറം പോലെ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു. അക്കാലത്ത് അവിടെ ധാരാളം പ്രാവുകൾ കുടിയേറി പാർത്തിരുന്നു. അതിനാൽ എപ്പോഴും അവയുടെ കുറുകുറുകൾ ശബ്ദം അവിടമാകെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. ഗുരുദേവൻ നേരം പുലരും മുമ്പ് സ്നാനാദികളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചു നേരം ഏകാന്തതയിലിരിക്കുക പതിവായിരുന്നു. അത് അവിടുത്തെ കുടുംബാംഗങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അതിനാൽ ആ നേരത്ത് ആരും ഒച്ച വയ്ക്കുകയോ ശബ്ദമുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. എപ്പോഴും കുറുകുറുത്തുകൊണ്ടിരിക്കാറുള്ള പ്രാവുകൾ പോലും ആ സമയത്ത് കുറുകുറുക്കാതെ നിശബ്ദമായി ഇരിക്കുമായിരുന്നു. അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഒരാൾ പ്രാവുകളുടെ ആ വിചിത്ര സ്വഭാവത്തെപ്പറ്റി ഗുരുദേവനോട് ചോദിച്ചു. അപ്പോൾ ഗുരുദേവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ചാന്നാരുടെ വിചാരം മേട ചാന്നാരുടേതാണെന്നാണ്. എന്നാൽ അവിടെ ഇരിക്കുന്ന പ്രാവുകളുടെ വിചാരം മേട അവയുടെ സ്വന്തം വകയാണെന്നാണ്. ഗുരുവിൻ്റെ ആ മറുപടിയിൽ തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണെന്നറിയാതെ അയാൾ ചിന്തിച്ചു വിഷമിച്ചു. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 143 മേടയിലെ പ്രാവുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.